കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഒരുപാട് ചെറുപ്പക്കാരുടെ പേര് ഇവർ കേസ് കൊടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പല ചെറുപ്പക്കാർക്കും പാസ്പോർട്ട് കിട്ടാതെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇവർ ചിരിക്കുകയാണ്. കണ്ടോ, അവരുടെ ഭാവി ഞങ്ങൾ മുടക്കി. അപ്പോൾ ഇത് ഈ സത്യത്തിന് വേണ്ടി നിന്നപ്പോൾ ഛേദം വന്നിട്ടുണ്ട്. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഛേദം വന്നാലും അതിനെ ഗൗനിക്കാതെ സത്യത്തിന് വേണ്ടി തന്നെ നിൽക്കുന്നവരാണ് കർത്താവിന്റെ കൂടാരത്തിൽ വസിക്കുകയും ദൈവത്തിന്റെ പർവ്വതത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതെന്ന് 15-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സത്യത്തിന് വേണ്ടി നിൽക്കുക. സത്യം പലപ്പോഴും മുറിവേൽപ്പിക്കുന്നതാണ്. സത്യം പലപ്പോഴും ഭാരമേറിയതാണ്, ഘനമേറിയതാണ്. സത്യം പലപ്പോഴും സ്ഫോടനാത്മകമാണ്. സത്യം അപകടകരമാണ്. ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ കാര്യം ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ട്രൂത്ത്. ദ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം ട്രൂത്ത്. ആറ്റം ബോംബല്ല, സത്യമാണ് ഏറ്റവും ഭയങ്കരം. അതുകൊണ്ട് ആ സത്യം ഇതാണ്. പലപ്പോഴും അതുകൊണ്ട് പലരും സത്യം നമ്മുടെ ഒരു അച്ഛനുണ്ടല്ലോ, ഈ ഓർത്തഡോക്സിൽ നിന്ന് പ്രസംഗിക്കുന്ന അച്ഛനെ പോലെയുള്ളവർ സത്യം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അത് എം ഒ ജോണച്ചനൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഭാഗം മുറിച്ച് എം ഒ ജോണച്ചൻ എന്ന് കൊടുക്കണം. കാരണം എം ഒ ജോണച്ചൻ അറിവുള്ള മനുഷ്യനാണ്, കഴിവുള്ള മനുഷ്യനാണ്, പ്രഗത്ഭനാണ്. സത്യത്തിൽ എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ ഈ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബ തിരുമേനി എം ഒ ജോണച്ചനെ വിളിക്കണം. വിളിച്ച് അച്ഛൻ എന്തിനാ അവിടെ നിൽക്കുക, ഇങ്ങോട്ട് പോര്, എന്തിനാ അവിടെ നിൽക്കുന്നത്, ഈ കള്ളം പറഞ്ഞ് എന്ത് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും എം ഒ ജോണച്ചനൊക്കെ. ഇപ്പൊ ഈ യാക്കോബായിലോട്ട് വരാമെങ്കിൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടും സന്തോഷമായിട്ടും സത്യം സംസാരിക്കാമല്ലോ. സത്യം ഉള്ളിലിരുന്ന് ഇങ്ങനെ വീർപ്പ് മുട്ടുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ. അതിപ്പോ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ മെൽബോൺ അല്ല, ബെയ്റൂട്ടിൽ പോയപ്പോൾ ഞാൻ ബെയ്റൂട്ടിലൂടെ ഇങ്ങനെ ഈ നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഗർഭിണിയായ പൂച്ച ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് പൂച്ചകളെ ഇഷ്ടമാണ്. ഞാൻ പൂച്ച നിരീക്ഷിച്ചു. അപ്പൊ ആ പൂച്ച ഇങ്ങനെ പോവാ, കാരണം ഇത് പ്രസവിക്കാൻ സ്ഥലം തപ്പി നടക്കുകയാണ്. വളരെ നിസ്സാരം. അപ്പൊ അവിടെ തെരുവിലെല്ലാം ആളുകൾ. അപ്പൊ ആളുകൾ കാരണം ഈ പൂച്ച ഇങ്ങനെ ഗർഭിണിയായ പൂച്ച. അപ്പൊ എൻ്റെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു ഗർഭിണിയായ പൂച്ച പോകുന്നു. അപ്പൊ ആ ഗർഭിണിയായ പൂച്ച ഇങ്ങനെ പ്രസവിക്കാൻ സ്ഥലം തേടി ഇങ്ങനെ പോകുന്നുള്ളപ്പോ ഞാൻ എം ഒ ജോണച്ചന്റെ കാര്യം ഓർത്തെ. ഈ സത്യത്തെ ഗർഭം ധരിച്ചിരിക്കുക, അദ്ദേഹത്തിന് പ്രസവിക്കാൻ സ്ഥലമില്ല. പ്രസവിക്കാന്ന് ഉദ്ദേശിച്ചത് ഡെലിവറി. നിങ്ങൾക്കൊരു കാര്യം, പ്രസംഗത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഡെലിവറിയുടെ സ്പീച്ച് എന്നാണ്. ഞാൻ കളിയാക്കുന്നില്ല, ഡെലിവറിയാണ്. സ്പീച്ച് ഡെലിവറിയാണ്. പ്രസംഗത്തെ പ്രസവിക്കുകയാണ്. അപ്പൊ എം ഒ ജോണച്ചന് പ്രസവിക്കാൻ സ്ഥലമില്ല. അപ്പൊ എം ഒ ജോണച്ചന് ഈ പ്രസവിക്കാനുള്ള ഒരു സ്ഥലം, കന്യകാമറിയം പോയതാ. ഞാൻ ഈ എം ഒ ജോണച്ചന്റെ കാര്യം ഓർക്കുമ്പോൾ, കന്യകാമറിയം പ്രസവിക്കാൻ സ്ഥലമില്ലാതെ യോസഫ് പിതാവുമായിട്ടല്ലേ കഥകൾ മുട്ടിമുട്ടി എന്ന് പറഞ്ഞ പോലെ ആ ഒരു വേദന യാക്കോബായ സഭയുടെ കാതോലിക്ക തിരുമേനി മനസ്സിലാക്കണം. കാരണം പേര് ജോസഫ് എന്നാകുമ്പോൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ എം ഒ ജോണച്ചന് പ്രസവിക്കാൻ ഒരിടം കൊടുക്കുമോ യാക്കോബായ സഭയിൽ? അദ്ദേഹം സത്യം പ്രസവിക്കട്ടെ. അദ്ദേഹത്തിന് സത്യം പ്രസവിക്കാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. ഇതാണ് വാസ്തുത കേട്ടോ. അതുപോലെ ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഒരുപാട് ആളുകൾ സത്യത്തെ ഗർഭം ധരിച്ച് വേദന അനുഭവിക്കുന്നുണ്ട്. അതിനെ ട്രാവയിൽ എന്നാ പറയുന്നത്, പ്രസവവേദന. അപ്പൊ ട്രാവയിൽ പ്രസവവേദന അനുഭവിക്കുന്ന പൗലുസ്ലിയ പ്രസവവേദന അനുഭവിച്ചെന്ന് ഉണ്ട് കേട്ടോ. ഇതൊന്നും മോശമായ കാര്യമല്ല. പൗലുസ്ലിയ പറയുന്നത് ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു നിങ്ങളെ ഓർത്ത്. അപ്പൊ സത്യം എന്ന ക്രിസ്തു അവരെ രൂപപ്പെടുന്നതിനെ കുറിച്ചാണ് പൗലുസ്ലിയ പറയുന്നത്. ഇവിടെ ഈ പരമസത്യത്തെ ഗർഭം ധരിച്ചിട്ട് പ്രസവവേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സത്യം സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുന്ന. അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത.